അപ്പൊ ഇതിന്റെ പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ആക്യുറസി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആക്യുറസിയെ എഫക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനിയിപ്പം നമുക്ക് നോക്കാനുള്ളത് വി വിൽ ലുക്ക് അറ്റ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ഇത് രണ്ടും സെയിം ആണോ, ഇത് രണ്ടും ഡിഫറെന്റ് ആണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും. ആദ്യം തന്നെ let me tell you, accuracy is not the same as precision. ആക്യുറസിയും പ്രിസിഷനും സെയിം അല്ല. പ്രിസിഷൻ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇറ്റ് റിലേറ്റ്സ് ടു റിപ്പീറ്റബിലിറ്റി. അതേപോലെ ഇൻസ്ട്രുമെന്റ് മേ ബി പ്രിസൈസ്, പക്ഷേ ഇറ്റ് വിൽ ബി ഇൻആക്യുറേറ്റ്. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലെ സ്റ്റോറി എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ ഒരു സ്റ്റേജില് ഇനി നമ്മൾ ഈ രണ്ട് കോൺസെപ്റ്റ്സും വളരെയധികം ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി മുന്നോട്ട് പോകുക. കാരണം ഒരു 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 കോമൺ മാൻ ലാംഗ്വേജിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്യുറസിയും പ്രിസിഷനും ഒന്നൊന്നിന് പകരം ഉപയോഗിക്കുന്ന ഒരു പ്രവണത നമുക്ക് വേണം. പക്ഷേ മെഷർമെന്റ് സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വ്യത്യസ്തമായ കോൺസെപ്റ്റ്സ് ആണ്. രണ്ടിനും രണ്ട് അർത്ഥമാണ് വരുന്നത്. ആൻഡ് അത് വളരെ പ്രധാനപ്പെട്ടതാ നമുക്ക് PSC പോലെയുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള പരീക്ഷകൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്നത്. അപ്പോ എന്താണ് ആക്യുറസി എന്ന് നമുക്ക് നോക്കാം. സോ ആക്യുറസി റെഫേഴ്സ് ടു ഹൗ ക്ലോസ് a measured value is to the true or expected value. അപ്പോ അക്യുറസി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ട്രൂ വാല്യൂ എന്താണ്, എക്സ്പെക്ടഡ് വാല്യൂ എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ അക്യുറസി എന്ന് പറയുമ്പം ആ ഒരു ട്രൂ വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂവിനോട് എന്തുമാത്രം അടുത്താണ് നമുക്ക് ആ കിട്ടിയിരിക്കുന്ന വാല്യൂ, അതനുസരിച്ചാണ് അതിന്റെ ആ ഒരു അക്യുറസി കൂടുതലാണോ, അക്യുറസി ഇല്ലയോ, അക്യുറസി കുറവാണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കാം. അപ്പം ആക്യുറസി ബേസിക്കലി റിഫ്ലക്ട് ചെയ്യുന്നത് ആ ഒരു മെഷർമെന്റിന്റെ കറക്റ്റ്നെസ് ആണ്. ആ ഒരു മെഷർമെന്റ് എന്തുമാത്രം കറക്റ്റ് ആണ് അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളതാണ് ആക്യുറസി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ്സ് റീഡിങ് പ്രൊഡ്യൂസ് ചെയ്യണ്ട. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീഡിങ് ആ ആക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡുമായിട്ട് വളരെ അടുത്ത് അലൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ആക്യുറേറ്റ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇനി പ്രിസിഷനിലേക്ക് വന്നാലോ, പ്രിസിഷൻ റെഫേഴ്സ് ടു ദ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ റിപ്പീറ്റബിലിറ്റി ഓഫ് മെഷർമെന്റ്സ്. അപ്പോ നമ്മൾ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ റിപ്പീറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ആ ഒരു സെയിം ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ്സ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻസ്. അപ്പോ സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻസിലായിരിക്കണം നമ്മൾ വീണ്ടും വീണ്ടും ആ മെഷർമെന്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ക്വാണ്ടിറ്റി ഷുഡ് ഓൾസോ ബി ദ സെയിം. അങ്ങനെ വരുമ്പോഴത്തേക്ക് സിമിലർ ആയിട്ടുള്ള റിസൾട്ട്സ് അത് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ പറയുമ്പോൾ ആ ഒരു ഇൻസ്ട്രുമെന്റ് പ്രിസൈസ് ആണ്. ഓരോ തവണയും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് സിമിലർ ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് ആ ഒരു ഇൻസ്ട്രുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ആദ്യം ചെയ്ത അതേ കണ്ടീഷൻ അനുസരിച്ച് തന്നെ രണ്ടാമതും മൂന്നാമതും നാലാമതും അഞ്ചാമതും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ക്വാണ്ടിറ്റിയും അതേപോലെ സിമിലർ ആക്കി വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ പ്രിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ സ്റ്റെബിലിറ്റിയെയാണ് ഇവിടെ കാണിക്കുന്നത്, അത് കറക്റ്റ്നെസ്സിനല്ല കാണിക്കുന്നത്. ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേബിൾ ആണെന്നും പറഞ്ഞ് അത് കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല, അല്ലെ? ആ ഇൻസ്ട്രുമെന്റ് സ്റ്റേബിൾ ആണ്, പക്ഷെ അത് കറക്റ്റ് അല്ലാത്തത് ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും, എന്തോ തകരാർ അതിനകത്തുണ്ട്. ആ തകരാർ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റബിൾ ആയിട്ട് വരുന്നു, അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വി always must consider how these two characteristics can exist independently. ഈ accuracy, precision എന്ന് പറയുന്ന characteristics അതിന് തനിയെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിന് നിലനിൽക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് ഒരു സീരീസ് ഓഫ് റീഡിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആൻഡ് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സീരീസ് ഓഫ് റീഡിങ്സ് എന്ന് പറയുന്നത് എല്ലാം വളരെ ക്ലോസ് ടു ഈച്ച് അതർ ആണ്. അപ്പോ വളരെ എക്സലന്റ് ആയിട്ടുള്ള റിപ്പീറ്റബിലിറ്റി അതിനവിടെ വരുന്നു എന്നുള്ളത്. അതേസമയം ഈ റിപ്പീറ്റഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ റീഡിങ്സ് മേ ബി കൺസിസ്റ്റന്റ്ലി ഓഫ്സെറ്റ് ഫ്രം ദ ട്രൂ വാല്യൂ. അത് ആ ഒരു ട്രൂ വാല്യൂവിൽ നിന്ന് ഒത്തിരിയധികം അകന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ട്രൂ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാത്ത ഒരു വാല്യൂ ആയിരിക്കാം. നമ്മൾ വീണ്ടും വീണ്ടും നോക്കുമ്പം സിമിലർ വാല്യൂസ് വരുന്നത്,
പക്ഷെ അത് ട്രൂ വാല്യൂ ആകണം എന്ന് നിർബന്ധമില്ല. അതിന്റെ പോസിബിൾ റീസൺ ഒരു പക്ഷേ അതൊരു സിസ്റ്റമാറ്റിക് എറർ ആകാം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഇൻസ്ട്രുമെന്റ് എക്സിബിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് കാണിക്കുന്നത് വളരെ ഹൈ പ്രിസിഷൻ ആണ്. കാരണം എന്താണ്? ആ മെഷർമെന്റ്സ് ആർ കൺസിസ്റ്റന്റ് വിത്ത് ഈച്ച് അതർ. പക്ഷെ അതിന്റെ ആക്യുറസി വളരെയധികം ലോ ആയിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? ആ വാല്യൂസ് ഒരുപാടധികം അകന്ന് നിൽക്കുന്ന ഫ്രോം ദ ട്രൂ റെഫറൻസ് ഓർ ദ ട്രൂ വാല്യൂ എന്നുള്ളത്. അപ്പൊ ഈ ഒരു വ്യത്യാസം, ഈ ഒരു ഡിസ്റ്റിങ്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ എക്സ്പെരിമെന്റൽ അനാലിസിസ് നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ ഈ ഒരു ഡിസ്റ്റിങ്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ, എന്താണ് ഈ ഒരു ഡിസ്റ്റിങ്ഷന്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ. അപ്പൊ പ്രിസിഷൻ എന്താണ് ചെയ്യുന്നത്? അത് ഉറപ്പുവരുത്തുകയാണ് ആ റിസൾട്ട്സ് കൺസിസ്റ്റന്റ് ആണ്, റീപ്രൊഡ്യൂസിബിൾ ആണ് എന്നുള്ളത്. അപ്പൊ ആക്യുറസി എന്താണ് ചെയ്യുന്നത്? Accuracy actually ensures that those results are correct and meaningful. Accuracy അതാണ് ചെയ്യേണ്ടത്. ആ റിസൾട്ടുകൾ കറക്റ്റ് ആണെന്നും അത് മീനിങ്ഫുൾ ആണെന്നും ആക്യുറസി തെളിയിക്കണം എന്നുള്ളതാണ്. അപ്പോ കൃത്യമായിട്ട് നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മെഷർമെന്റ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അത് അച്ചീവ് ചെയ്തെങ്കിലേ കഴിയൂ. ഒന്ന്, കൺസിസ്റ്റൻസി ഇൻ റീഡിങ്സ് ഉണ്ടാകണം, ആൻഡ് those readings should be close to the true value. ഇനി ഇതിന്റെ ഒരു കോൺസെപ്ച്വൽ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അതായത് പ്രിസിഷൻ, ഇൻസ്ട്രുമെന്റിന്റെ ഒരു പ്രിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദ എബിലിറ്റി ടു റിപ്പീറ്റ് ഇറ്റ്സ് ഓൺ മെഷർമെന്റ് അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ആൻഡ് ആക്യുറസി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ എബിലിറ്റി ടു സ്റ്റേറ്റ് ദ ട്രൂത്ത്, അതെന്തുമാത്രം സത്യം പറയുന്നു എന്നുള്ളത്. ആ ഒരു രീതിയിൽ നമ്മൾ ഇതിന്റെ ആ ഒരു കോൺസെപ്റ്റ് അതാണ്. ഇപ്പം എന്താ പറയണ്ട, പ്രിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആദ്യം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള കഴിവും, അക്യുറസി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് സത്യം പറയാനുള്ള കഴിവും എന്ന് നമ്മൾ ഓർത്ത് വെച്ചുകൊള്ളുക. അപ്പൊ രണ്ട് ക്വാളിറ്റീസും ഒരുമിച്ച് തന്നെയാണ് ഈ ഒരു മെഷറിംഗ് അല്ലെങ്കിൽ ഒരു മെഷറിംഗ് സിസ്റ്റത്തിന്റെ റിലയബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റം എന്തുമാത്രം റിലയബിൾ ആണ്, നമുക്ക് എന്തുമാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഒരേപോലെ ട്രൂ ആയി വരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, we saw the difference between accuracy and precision. ഇനി let us look at what is the definition of precision. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ്? Degree of agreement among repeated readings. Degree of agreement എന്താണ് അതിന്റെ അർത്ഥം? നമുക്കത് ഡിസ്കസ് ചെയ്യാം. And measured under identical conditions. ഒരേപോലെയുള്ള കണ്ടീഷൻസിലായിരിക്കണം ആ ഒരു മെഷർമെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻഡിക്കേറ്റ്സ് കൺസിസ്റ്റൻസി. അൾട്ടിമേറ്റ്ലി പ്രിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കൺസിസ്റ്റൻസിയാണ് അത് മെയിൻ ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഈ പ്രിസിഷൻ എന്ന കോൺസെപ്റ്റിനെ നമ്മൾ ഒന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോ പ്രിസിഷൻ റെപ്രസെന്റ്സ് ദ degree of agreement among repeated readings, അല്ലെങ്കിൽ the degree of agreement among repeated measurements. അപ്പൊ ഇവിടെ measurements should be same quantity ആയിരിക്കണം. ആൻഡ് ആ മെഷർമെന്റ്സ് നമ്മൾ നടത്തുന്നത് ഐഡന്റിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസിലായിരിക്കണം. ആദ്യം നടത്തുന്ന മെഷർമെന്റിന് എന്തൊക്കെയായിരുന്നു കണ്ടീഷൻസ്, അതിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കണം രണ്ടാമത് നടത്തുന്ന മെഷർമെന്റ്സ്. അപ്പൊ ഇത് ശരിക്കും സൂചിപ്പിക്കുന്ന എന്താണ്, എന്തുമാത്രം സാമ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് സക്സസ്ഫുൾ ആയിട്ട് ഒന്നിനു പുറമെ ഒന്നായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു റീഡിങ്സിന് ഒന്നൊന്നിനോട് എന്തുമാത്രം സാമ്യതയുണ്ടോ, അപ്പൊ നമുക്കതിനെ ഒരുമിച്ച് ഒരു ക്ലസ്റ്ററിൽ പെടുത്താൻ കഴിയും. അങ്ങനെ ഒരുമിച്ച് ഒരു ക്ലസ്റ്ററിൽ പെടുത്താൻ കഴിയുന്ന റീഡിങ്സ് ആകുമ്പോൾ അതിന്റെ ഇൻഡിക്കേഷൻ ഈ ഒരു ഇൻസ്ട്രുമെന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലത്തെ റീഡിങ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത്. അപ്പോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മെഷർമെന്റ്സ് നമ്മൾ മൾട്ടിപ്പിൾ തവണ ആ സെയിം ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ആ സെയിം എൻവയറമെന്റൽ കണ്ടീഷൻസിൽ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ ആ റീഡിങ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അവിടെ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഈ റീഡിങ്സ് ഉണ്ടല്ലോ, അത് ഒന്നൊന്നിനോട് വളരെ അടുത്ത് കിടക്കുന്നത് നമുക്ക് അതിനെ ഒരു ക്ലസ്റ്ററിൽ പെടുത്താൻ കഴിയും എങ്കിൽ അതിന്റെ അർത്ഥം ഈ ഒരു ഇൻസ്ട്രുമെന്റ്
ഹൈ പ്രിസിഷൻ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്നുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു ക്ലോസ്നെസ് ഉണ്ടല്ലോ എമംഗ് ദ റീഡിങ്സ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിഗ്നിഫൈ ചെയ്യുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ആ ഒരു മെഷർമെന്റില് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് നടത്തുന്ന മെഷർമെന്റില് സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കോൺഫിഡൻസോട് കൂടി ആ ഒരു എന്താ പറയേണ്ടത് ടെസ്റ്റ് വീണ്ടും വീണ്ടും നടത്താം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറയുന്നത്, ഈ പ്രിസിഷൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? പ്രിസിഷൻ അറൈസസ് ഫ്രം ദ ഇന്റേണൽ സ്റ്റെബിലിറ്റി ഓഫ് ദ മെഷർമെന്റ് സിസ്റ്റം. ആ ഒരു മെഷർമെന്റ് സിസ്റ്റത്തിന്റെ ഇന്റേണൽ സ്റ്റെബിലിറ്റി, അതിന്റെ ബിൽഡ് ക്വാളിറ്റി, അതിൽ ആണ് ആ ഒരു പ്രിസിഷൻ ബേസ് ചെയ്തിരിക്കുക എന്നുള്ളത്. ഒരേ തരത്തിലുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഒരേ തരത്തിലുള്ള ഔട്ട്പുട്ട് ആണത് എല്ലാ തവണയും തരിക, റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ പ്രാക്ടിക്കൽ ടേംസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ പ്രിസിഷൻ ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് എഞ്ചിനീയേഴ്സിനായിരുന്നാലും സയന്റിസ്റ്റിനായിരുന്നാലും ശരി തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. എസ്പെഷ്യലി ആ ഒരു എക്സ്പെരിമെന്റ്സ് നടത്തുന്ന ആ ഒരു സാഹചര്യത്തില്, അല്ലെങ്കിൽ പ്രോസസ്സസ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തില്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആവശ്യമായി വരുന്ന സിനാരിയോസിലൊക്കെ ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു കോൺസെപ്ച്വൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിസിഷൻ ഇസ് വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് റാൻഡം വേരിയേഷൻസ് ഇൻ മെഷർമെന്റ്. അപ്പോ ഈ പ്രിസിഷനെ റാൻഡം വേരിയേഷൻസ് ഇതിനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പറയും. അപ്പോ റാൻഡം ആയിട്ടുള്ള വേരിയേഷൻസ് അവിടെ സംഭവിക്കും. അപ്പൊ ഈ വേരിയേഷൻസ് സംഭവിക്കുന്നത് ചെറുതാണെങ്കിൽ, വളരെ ചെറുതാണെങ്കിൽ, അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ റിസൾട്ടുകളെ നമുക്ക് ഒരു ക്ലസ്റ്റർ ആക്കി വെക്കാം, ഒരു ഗ്രൂപ്പ് ആക്കി വെക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ വേരിയേഷൻസ് ചെറുതാകുമ്പം അതിന്റെ പ്രിസിഷൻ അവിടെ കൂടി വരുന്നു എന്നുള്ളത്. ഈ വേരിയേഷൻസ് വലുതാവുകയാണെങ്കിൽ, അതായത് ആദ്യത്തെ മെഷർമെന്റും രണ്ടാമത്തെ മെഷർമെന്റും ഒരേ കണ്ടീഷൻസിൽ ഒരേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ രണ്ട് വേരിയബിൾ ആയിട്ടുള്ള, ശരിക്കും നല്ല ഡിഫറൻസ് ഉള്ള റിസൾട്ട്സ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ വേരിയേഷൻസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ആ റീഡിങ്സ് വളരെയധികം അകന്നു പോകും, ഒന്നൊന്നിൽ നിന്ന് അകന്നു പോകും. അപ്പൊ ലോ പ്രിസിഷൻ ആണ് അവിടെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുക. നോക്ക്, ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ഒരു പക്ഷേ ഒരു സിനാരിയോ തന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഒരുപാടധികം ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന സെയിം ക്വാണ്ടിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആൻഡ് വി ഒബ്സർവ് ഹൗ ക്ലോസ്ലി ദ റിസൾട്ട്സ് അലൈൻ വിത്ത് ഈച്ച് അതർ. അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രിസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ ആ റിസൾട്ട് വളരെയധികം അടുത്തടുത്തടുത്ത് ഒരേപോലെ 100% എക്സാക്ട് ആണെന്നില്ല. അവിടെ ചെറിയ വേരിയേഷൻസ്, വളരെ ചെറിയ വേരിയേഷൻസ് ആണ് അവിടെ വരുന്നതെങ്കിൽ ഹൈ പ്രിസിഷൻ തന്നെയാണ് ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു റിസൾട്ടിന് അവിടെ ഉണ്ടാവുക. അപ്പോഴേ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള റീഡിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഓവറോൾ മെഷർമെന്റിന്റെ റിലയബിലിറ്റി ഇവിടെ കൂടി വരും എന്നുള്ളത്. ഇനി അടുത്ത കോൺസെപ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെൻസിറ്റിവിറ്റിയാണ്. അപ്പോ ലെറ്റ് us look at what is the definition of sensitivity. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കീ ക്യാരക്ടറിസ്റ്റിക് തന്നെയാണ്. ആൻഡ് ഈ ഒരു സവിശേഷതയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതായത് എന്തുമാത്രം എഫക്റ്റീവായിട്ട് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന് ഒരു ചേഞ്ചിനോട്, അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ ഒരു ചേഞ്ച് വരുത്തുമ്പം അതിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് എഫക്റ്റീവായിട്ട് അത് ആ ഒരു ചേഞ്ചിനെ ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ടു ഇൻപുട്ട് ചേഞ്ച്. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ടിന് നമുക്കൊരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് കിട്ടുന്നു. ആ ഇൻപുട്ടിൽ നമ്മളൊരു വ്യത്യാസം വരുത്തിയാൽ എന്തുമാത്രം ആ ഔട്ട്പുട്ട് വ്യത്യാസപ്പെടും എന്നുള്ളതാണ് ആ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വി ക്യാൻ സീ എ റിലേഷൻഷിപ്പ്, അല്ലെ? ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്. ഒരു പക്ഷേ ഇൻപുട്ട് കൂടിയാൽ അതിന്റെ ഔട്ട്പുട്ട് ചിലപ്പം കൂടുതലായിട്ടായിരിക്കും,
അപ്പൊ അത് നമ്മൾ മെഷർ ചെയ്യുന്ന സംഗതി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ടു ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എങ്കിൽ ഔട്ട്പുട്ട് അവിടെ കൂടും. ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അവിടെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഇൻപുട്ട് കൂട്ടുന്നതനുസരിച്ച് ഔട്ട്പുട്ട് കുറയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ട് അല്ലെ. ആ റിലേഷൻഷിപ്പ് എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, ഓൾറെഡി നമ്മളത് കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ബേസിക്കലി പറയുന്നത് എന്തുമാത്രം, അതായത് ഹൗ മച്ച് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഇൻഡിക്കേറ്ററിനകത്ത് അല്ലെങ്കിൽ ഇൻഡിക്കേഷനിൽ മാറ്റം സംഭവിക്കും. അതായത് ആ ഒരു മെഷർ ചെയ്യുന്ന ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റിന് ഒരു ചെറിയ വേരിയേഷൻ സംഭവിക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടിന് എന്ത് വേരിയേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് കുറെ കൂടെ ഇൻറ്റ്യൂട്ടീവായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കൺസിഡർ, അതായത് ഒരു ഇൻസ്ട്രുമെന്റ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് വിചാരിക്കാം. അപ്പോ ഒരു വളരെ ചെറിയ തോതില് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അത് ക്ലിയർലി നോട്ടിസബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തക്ക രീതിയിൽ അതിന്റെ ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ച് വരുന്നു എന്ന് വിചാരിക്കാം. അപ്പോ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇവിടെ ആ ഒരു പോയിന്റർ കാണിക്കുന്നത്, അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഇവിടെ ആ ഒരു ഡിസ്പ്ലേയിൽ വരുന്നു എന്നുള്ളത്. അങ്ങനെ വരുമ്പോ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഹൈ സെൻസിറ്റിവിറ്റി ആണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ചേഞ്ച് ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ നോക്കിയ സിനാറിയോയിൽ ഒരു ചെറിയ ഇൻക്രീസ്, ആ ടെമ്പറേച്ചറിൽ നമ്മൾ ഇൻപുട്ടിൽ ഒരു ചെറിയ ഇൻക്രീസ് കൊടുക്കുമ്പോൾ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു ചേഞ്ച് അവിടെ നമ്മൾ ആ ഒരു ഔട്ട്പുട്ട് റീഡിങ്ങിൽ ലഭിക്കുമ്പം ഹൈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ചേഞ്ച് അവിടെ നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ചേഞ്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു നോട്ടിസബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് സംഭവിക്കുമെങ്കിൽ ആ സെൻസിറ്റിവിറ്റി കമ്പാരിറ്റീവ്ലി ലോവർ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തത് ടെമ്പറേച്ചർ ആണ്. അപ്പൊ ടെമ്പറേച്ചറിൽ ഇൻപുട്ട് ടെമ്പറേച്ചറിൽ ഒരു ചെറിയ വേരിയേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ, നോട്ടീസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വേരിയേഷൻ വന്ന് ഔട്ട്പുട്ടിൽ അങ്ങനെ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ഹൈലി സെൻസിറ്റീവ് ആണ്. എന്നാൽ ആ ഒരു ഔട്ട്പുട്ടില് നമുക്ക് ആ ഒരു ചെറിയ രീതിയിലോ ചെറിയ തോതിലുള്ള ഒരു വേരിയേഷൻ എങ്കിലും നോട്ടീസ് ചെയ്യണമെങ്കിൽ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് വേരിയേഷൻ നടത്തിയാലേ ആ ചെറിയ തോതിലുള്ള ഒരു വേരിയേഷൻ എങ്കിലും നമുക്ക് കാണൂ എന്നാണ് സിനാറിയോ എങ്കിൽ അതിന്റെ ആ ഒരു സെൻസിറ്റിവിറ്റി കമ്പാരിറ്റീവ്ലി ലോ ആണ് എന്ന് അർത്ഥം. അപ്പൊ സെൻസിറ്റിവിറ്റി ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് എന്തുമാത്രം റെസ്പോൺസീവ് ആണ്, ആ ഇൻസ്ട്രുമെന്റിന്റെ റെസ്പോൺസിവ്നെസ്സിനെയാണ് ഈ ഒരു സെൻസിറ്റിവിറ്റി ശരിക്കും സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇറ്റ് ഡിറ്റർമിൻസ് ഹൗ വെൽ ദ ഇൻസ്ട്രുമെന്റ് ക്യാൻ ഡിറ്റക്ട് സ്മോൾ വേരിയേഷൻസ് ഇൻ മെഷേർഡ് ക്വാണ്ടിറ്റി. നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, നമ്മളാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ മെഷർ ചെയ്ത ക്വാണ്ടിറ്റി ആ ഒരു എന്താ പറയുന്നത് എന്തുമാത്രം നന്നായിട്ട് ആ ഒരു ഇൻസ്ട്രുമെന്റിന് ആ ഒരു ചെറിയ ചേഞ്ചിനെ പോലും അതിനെ ക്യാപ്ചർ ചെയ്ത് അതിനെ ഔട്ട്പുട്ടിൽ കാണിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, അതിന്റെ ആ ഒരു ഇൻസ്ട്രുമെന്റിന് നല്ല ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് എവിടെയാണ് പ്രധാനപ്പെട്ടതാകുന്നത്? പ്രത്യേകിച്ചും ഇൻ ആപ്ലിക്കേഷൻസ് വേ മൈന്യൂട്ട് അല്ലെങ്കിൽ ചെറിയ ചേഞ്ചസിന് വളരെ പ്രധാനപ്പെട്ട ഒരു മീനിങ് വരുന്ന സാഹചര്യങ്ങൾ. അത് എഗെയിൻ സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് ആകാം, ബയോമെഡിക്കൽ മെഷർമെന്റ്സ് ആകാം, ഇനി അതും അല്ലെങ്കിൽ പ്രിസിഷൻ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിലും ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാകും. ഇനി ഇതിന്റെ ഒരു ഡിസൈൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി ഇസ് വെരി ക്ലോസ്ലി ലിങ്ക്ഡ് ടു ഹൗ ദ ഇൻപുട്ട് സിഗ്നൽ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ഔട്ട്പുട്ട് സിഗ്നൽ. സെൻസിറ്റിവിറ്റി വളരെ ക്ലോസ് ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നത് എങ്ങനെയാണ്? ബേസിക്കലി എങ്ങനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കുന്നത്? ആ ഇൻപുട്ട് സിഗ്നലിന് എന്ത് തരത്തിലുള്ള ഒരു വേരിയേഷൻ നമുക്ക് ഔട്ട്പുട്ട് സിഗ്നലിൽ കിട്ടുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പൊ പലപ്പോഴും നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഓഫൻ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ,
അതായത് ഈവൻ ഒരു വളരെ ചെറിയ ഒരു ഇൻപുട്ട് വേരിയേഷൻ ശരിക്കും നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള കണ്ട് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഔട്ട്പുട്ട് ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടി മനഃപൂർവ്വം ചിലപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ വളരെ ഫൈൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുന്നതിനുള്ള എബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് മെഷീൻസ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഡീപ്പർ ലെവലിൽ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിലോ, സെൻസിറ്റിവിറ്റിയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ മൊത്തം പോകുന്നത് ഇസ് ടു ദ റെസൊല്യൂഷൻ ആൻഡ് യൂസ്ഫുൾനെസ് ഓഫ് എ മെഷർമെന്റ് സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിന്റെ റെസൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ എന്താ പറയേണ്ടത്, അടുത്ത് വരുന്ന കോൺസെപ്റ്റുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് ആ ഒരു റെസൊല്യൂഷൻ ആൻഡ് എന്തുമാത്രം ഉപയോഗപ്രദമാണ് എന്നുള്ളത് സെൻസിറ്റിവിറ്റിയുടെ ഒരു ഡീപ്പർ മീനിങ് അതാണ്. അപ്പോൾ ഒരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിക്ക് ശരിക്കും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സട്ടിൽ ആയിട്ടുള്ള ഡിഫറൻസസ് പോലും ആ ഒരു മെഷർമെന്റിൽ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ഒബ്സർവേഷന്റെയും റിസൾട്ട്സിന്റെയും ക്വാളിറ്റി അവിടെ വലുതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതേ രീതിയിൽ സെൻസിറ്റിവിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണുള്ളത്. ഒരു കാര്യം ഉറപ്പുവരുത്തുന്നതിൽ ദാറ്റ് ദ ഇൻസ്ട്രുമെന്റ് റിമെയിൻസ് റെസ്പോൺസീവ്. അത് റെസ്പോൺസീവ് ആണ്, ഇൻഫർമേറ്റീവ് ആണ്, ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെഷർമെന്റ് സിനാരിയോസിന് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് നിൽക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സെൻസിറ്റിവിറ്റിയുടെ പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ അല്ലെങ്കിൽ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനും സെൻസിറ്റിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളത്. നോക്കും, ഒന്ന് ആദ്യത്തെ പോയിന്റ് എന്താണ്? ഹൈ സെൻസിറ്റിവിറ്റി ഡിറ്റക്ട്സ് സ്മോൾ ചേഞ്ചസ്. അപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ടോ? ചിന്തിച്ചു നോക്കിയേ. ഓക്കെ, എക്സസീവ് സെൻസിറ്റിവിറ്റി ആംപ്ലിഫൈസ് നോയ്സ്. ഓക്കെ, നോയ്സ് എന്ന് പറഞ്ഞാൽ ശബ്ദമല്ല. ഐ വിൽ ടെൽ യു വാട്ട് നോയ്സ് മീൻസ് ആൻഡ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ സെൻസിറ്റിവിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു സെൻസിറ്റിവിറ്റിയുടെ ഡിസ്കഷൻ നമ്മൾ നടത്തുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് കൂടെ നമ്മളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. കാരണം ഇത് ശരിക്കും പ്രാക്ടിക്കൽ ആയിട്ട് സെൻസിറ്റിവിറ്റി നമ്മൾ എൻഹാൻസ് ചെയ്യുകയോ സെൻസിറ്റിവിറ്റി നമ്മൾ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ചില സംഗതികളാണ്. അപ്പൊ ഇത് ഒരു ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരികയാണെങ്കിൽ അതിന് ഉത്തരം കൊടുക്കണമെങ്കിൽ ഈ ഒരു സംഗതി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു മൂവ് ബിയോണ്ട് ദ ഡെഫിനിഷൻ ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് സെൻസിറ്റിവിറ്റി ഒരു റിയൽ വേൾഡ് മെഷർമെന്റ് സിസ്റ്റത്തിൽ അത് പെരുമാറാൻ പോകുന്നത് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സെൻസിറ്റിവിറ്റി ഹൈലി ഡിസൈറബിൾ ആണ്, അല്ലെ? അത് നമുക്ക് ആവശ്യം ഉള്ള ഒരു സംഗതി തന്നെയാണ്. പക്ഷേ ഇതിനെ നമ്മൾ എപ്പോഴും വീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അതിനെ കാണേണ്ടത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രാക്ടിക്കൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്. ഇതിനെ പ്രാക്ടിക്കലി എങ്ങനെയാണോ അതിനെ ഉപയോഗിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് എന്താണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ സെൻസിറ്റിവിറ്റി ആയിട്ട് ഉള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നടത്താനായിട്ട്. അപ്പോ വളരെ ഹൈ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആ ഒരു എബിലിറ്റി, അതായത് വളരെ ചെറിയ ചേഞ്ചസ്, ആ ഒരു മെഷേർഡ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന വളരെ ചെറിയ ചേഞ്ചസിനെ പോലും അതിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതാണ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കഴിവ് ഇത് വാല്യുബിൾ ആകുന്നത് എപ്പോഴാണ്? ആ ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ വളരെ ചെറിയ ചേഞ്ചസിന് പോലും ഒത്തിരി അധികം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യം ഉള്ള സാഹചര്യത്തിൽ നമുക്കത് ഉപയോഗിക്കാം. അതിന്റെ ഉദാഹരണങ്ങളാണ് ബയോമെഡിക്കൽ മെഷർമെന്റ്സ് നടത്തുന്നത്, അല്ലെങ്കിൽ പ്രിസിഷൻ ആയിട്ടുള്ള മെഷർമെന്റ്സ് വേണ്ട ലാബോറട്ടറീസിൽ നടത്തുന്നത്, അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നടത്തുന്ന ആ ഒരു സമയത്ത്. ഇങ്ങനെയുള്ള കേസുകളിൽ ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ എബിലിറ്റി, അതായത് അതിനകത്ത് വരുന്ന ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഫൈൻ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ അവിടെ നമ്മൾ ഹൈ സെൻസിറ്റിവിറ്റി ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചില്ല എങ്കിൽ ഈ വരുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. അപ്പൊ റിയൽ വേൾഡില് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്താണോ അതിന്റെ പിന്നിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പം എന്താ പറയേണ്ടത് ഫെയിൽ ആയി പോകും. അതേസമയം
എല്ലാ റിയൽ മെഷർമെന്റ് സിസ്റ്റവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺവാണ്ടഡ് ഡിസ്റ്റർബൻസസ്. അനാവശ്യമായ ഡിസ്റ്റർബൻസസ് കയറി വരും നമ്മൾ ഏത് തരത്തിലുള്ള ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും. അപ്പൊ ഈ അനാവശ്യമായ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസസിനെയാണ് നോയിസ് എന്ന് പറയുന്നത്. അതാ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എന്താണ് നോയിസ് എന്ന് ഞാൻ പറയാം. അതിനെയാണ് നോയിസ് എന്ന് കൂട്ടായിട്ടുള്ള ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസസ് ആണ് നോയിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നോയിസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ഡിസ്റ്റർബൻസസ് എങ്ങനെയൊക്കെ ഉണ്ടാകാം? ഒരു പക്ഷേ എൻവയറമെന്റൽ സോഴ്സസിൽ നിന്ന് വരാം, ഇലക്ട്രിക്കൽ ഇന്റർഫിയറൻസ് മൂലം അത് വരാം. ഇനി അതും അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഇന്റേണൽ ഫ്ലക്ച്വേഷൻസ് കൊണ്ടും ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയിസ് അവിടെ ഉണ്ടാകാം. അപ്പൊ ഹൈലി സെൻസിറ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള സിഗ്നൽസിന് മാത്രമല്ല അത് റെസ്പോണ്ട് ചെയ്യുക, ഇതേപോലെയുള്ള നോയിസിനെയും അത് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ നോയിസിൽ ചെറിയ ഡിസ്റ്റർബൻസ് ആയിരിക്കാം, അതിനും അത് അവിടെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ്? നമ്മൾ ഔട്ട്പുട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. ആൻഡ് ഈ ഫ്ലക്ച്വേഷൻസ് ഒരു പക്ഷേ അത് ആ ഒരു ആക്ച്വൽ സിഗ്നലിനെയും അത് റിഫ്ലക്ട് ചെയ്യുന്നു, ആൻഡ് അതിന്റെ സറൗണ്ടിങ് നോയിസിനെയും അത് റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ ആ നോയിസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നോയിസ് മുഖാന്തരം ഉണ്ടാകുന്നത് നമുക്ക് അവിടെ ആവശ്യമില്ല, അതിനെ നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യണം, അതിനെ എടുത്തു കളയണം അല്ലെ. അപ്പൊ അതിന് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഈ ഡിസൈൻ ഫേസിൽ തന്നെ സെൻസിറ്റിവിറ്റിയെ വളരെയധികം കെയർഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്ത് ഓപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരണം. ഈ നോയിസും കൂടെ കണക്കിലെടുത്ത് അതിനൊരു ഓപ്റ്റിമൈസേഷൻ അവിടെ നടത്തണം എന്നുള്ളത്. ഈ ഓപ്റ്റിമൈസേഷന്റെ ഗോൾ എന്തുവാണ്? ടു അച്ചീവ് എ ലെവൽ ഓഫ് സെൻസിറ്റിവിറ്റി ദാറ്റ് അലൗസ് ദ ഇൻസ്ട്രുമെന്റ് ടു റെസ്പോണ്ട് എഫക്റ്റീവ്ലി. അപ്പൊ അത് മീനിങ് ആയിട്ടുള്ള ചേഞ്ചസിന് മാത്രം അത് എഫക്റ്റീവ്ലി റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ മാത്രമേ സ്റ്റേബിൾ ആൻഡ് റിലയബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എഞ്ചിനീയറിംഗ് ഡിസൈൻസിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിഡറേഷനെ അല്ലെങ്കിൽ ഈ ഒരു ഓപ്റ്റിമൈസേഷനെ പലപ്പോഴും പറയുന്നത് ബാലൻസ് ബിറ്റ്വീൻ സെൻസിറ്റിവിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. അപ്പൊ സെൻസിറ്റിവിറ്റിയെയും സ്റ്റെബിലിറ്റിയെയും ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ശരിക്കും ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ കറക്ഷനെ ഉദ്ദേശിക്കുന്നത്. ബാലൻസ് ബിറ്റ്വീൻ സെൻസിറ്റിവിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സ്റ്റെബിലിറ്റി എന്താണ് ശരിക്കും കാണിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ടു പ്രൊഡ്യൂസ് സ്റ്റഡി ആൻഡ് ഡിപ്പെൻഡബിൾ റീഡിങ്സ് അല്ലെ. അപ്പൊ എക്സസീവ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ സ്റ്റഡി ആയിട്ടുള്ള ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള റീഡിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സ്റ്റെബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു ഇൻസ്ട്രുമെന്റിനകത്ത് ഈ രണ്ട് ആസ്പെക്ട്സും ശരിക്കും തുല്യമായിട്ട് ബാലൻസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷർമെന്റ്സ് ഒന്ന് റെസ്പോൺസീവ് ആണ് എന്നും പറയാം, അത് വിശ്വാസയോഗ്യം അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി ആണ് എന്നും നമുക്ക് പറയാം. ഇനി ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡ് ഓഫ്, അതായത് ഈ ഒരു 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 ബാലൻസിങ് ആക്ട് ബിറ്റ്വീൻ സെൻസിറ്റിവിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുകയാണ്. പ്രത്യേകിച്ചും മെഷർമെന്റ് സയൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആ പ്രിൻസിപ്പിൾ ഇതാണ്: നമ്മൾ ഒരു സവിശേഷത ഇംപ്രൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ പലപ്പോഴും മറ്റ് സവിശേഷതകളിൽ അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ അതിന് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ് എന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ എന്താ പറയേണ്ടത്, ആ ഒരു ബാലൻസിങ് പോലും അവിടെ പോസിബിൾ ആയിട്ട് വരുള്ളൂ അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഈ ഒരു സെൻസിറ്റിവിറ്റിയും സ്റ്റെബിലിറ്റിയും ബാലൻസ് ചെയ്യേണ്ട ഒരു ആവശ്യകത എന്ത് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? അപ്പൊ പ്രിൻസിപ്പിൾ ഇതാണ്: ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുകയോ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ അതിന് മറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ അത് ഇന്റർഫിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതും കൂടെ കണക്കിലെടുക്കണം എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഇവിടെ ഓർത്ത് വെച്ചേക്കുന്നത്.
അപ്പൊ സെൻസിറ്റിവിറ്റി റെസ്പോൺസിവ്നെസ്സിനെ എൻഹാൻസ് ചെയ്യുന്നു. ആൻഡ് സ്റ്റെബിലിറ്റി എന്താണ് ചെയ്യുന്നത്? അത് ക്ലാരിറ്റി, റിലയബിലിറ്റി ഉറപ്പുവരുത്തുന്നു. അതാണ് സ്റ്റെബിലിറ്റി ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നല്ലതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെ രണ്ടിനെയും കൂടെ ശരിക്കും ഇന്റഗ്രേറ്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് എന്താ പറയേണ്ടത്, പ്രിസൈസ് ആൻഡ് മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് അത് നമ്മുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ അതിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന് നമ്മൾ ഓർത്തു വെച്ചുകൊടുക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്, അതായത് റെസല്യൂഷൻ. റെസല്യൂഷൻ നമുക്ക് അടുത്ത ലെസണിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. So thank you very much for watching this lesson, and you have an excellent day. See you in the next class.